ഹായ് നമസ്കാരം. ഹിന്ദുക്കളുമായി ബന്ധപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടിയായി കോൺഗ്രസിനെ അരാജകവാദികളെന്നും പരജീവിയെന്നും കുറ്റപ്പെടുത്തി ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി. 2 മണിക്കൂറും 16 മിനിറ്റും നീണ്ട പ്രസംഗം മുഴുവൻ സമയവും തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിച്ചു. കരുത്ത് വീണ്ടെടുത്ത പ്രതിപക്ഷത്തിന്റെ ശക്തി പ്രകടനമായി അത് മാറി. പ്രസംഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്നായിരുന്നു മോദിയുടെ പ്രതികരണം. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം സമാപിച്ചു. രാജ്യസഭ ഇന്നുകൂടിയുണ്ട്. പ്രധാനമന്ത്രി സംസാരിക്കും. രാഹുലിന്റെ പരാമർശം രേഖകളിൽ നിന്ന് സ്പീക്കർ നീക്കം ചെയ്തു. മണിപ്പൂർ അംഗത്തിന് സംസാരിക്കാൻ അവസരം വേണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം നിരസിച്ചതോടെയാണ് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി ബഹളം തുടങ്ങിയത്. ഹിന്ദുമത വിശ്വാസികളെ കുറിച്ച് രാഹുൽ നടത്തിയ പരാമർശങ്ങൾക്ക് ചരിത്രം മാപ്പ് നൽകില്ലെന്ന് മോദി പറഞ്ഞു. ക്ഷമാശീലരും ഒതുങ്ങി ജീവിക്കുന്നവരുമായ ഹിന്ദുക്കൾക്കെതിരെ ഗൂഢാലോചനയുണ്ട്. ജാഗരൂകരാകണം. ഹിന്ദുക്കൾ ഹിംസ ചെയ്യുന്നവരാണോ? ഈ ആരോപണം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മാഞ്ഞു പോകില്ല. ദൈവങ്ങളെ സഭയിൽ പ്രദർശിപ്പിച്ചത് അംഗീകരിക്കാനാകില്ല. മറ്റുള്ളവരുടെ ശരീരം ഭക്ഷിക്കുന്ന പരജീവികളെ പോലെ സഖ്യകക്ഷികളുടെ വോട്ട് തിന്നാണ് കോൺഗ്രസ് ജീവിക്കുന്നത്. BJPയുമായി നേരിട്ട് എതിർത്ത ഇടങ്ങളിൽ 26% സഖ്യകക്ഷികൾക്കൊപ്പം ജൂനിയർ പാർട്ണറായി മത്സരിച്ചപ്പോൾ 50% അവരുടെ സ്ട്രൈക്ക് റേറ്റ്. 99% സീറ്റും സഖ്യകക്ഷികളുടെ സഹായത്തോടെ കിട്ടിയതാണ്. ഒറ്റയ്ക്ക് മത്സരിച്ച ഇടങ്ങളിൽ വോട്ടിടിഞ്ഞു. ഉത്തരേന്ത്യക്കാരെയും ദക്ഷിണേന്ത്യക്കാരെയും തമ്മിലടിപ്പിക്കുന്ന ഭാഷയുടെ പേരിൽ ഭിന്നിപ്പിക്കുന്ന അരാജകവാദികളാണവർ. യുഗപുരുഷന്മാരെ അപമാനിക്കുന്നു. പാർട്ടി നേതാക്കളായ സീതാറാം കേസരിയെ പോലെയുള്ളവരെ അപമാനിച്ചവർ. ദളിത് അവഗണന കാരണമാണ് അംബേദ്കർ ആദ്യം നെഹ്റു മന്ത്രിസഭയിൽ ചേരാനത്. സംവരണത്തിൽ വെള്ളം ചേർത്ത പാർട്ടിയാണെന്നും കുറ്റപ്പെടുത്തി. പ്രസംഗം തടസ്സപ്പെടുത്തിയതിന് അപലപിച്ച് സർക്കാർ പ്രമേയം പാസാക്കി. സ്കൂളിൽ അക്രമം കാണിച്ച ശേഷം അറിയാത്ത ഭാവത്തിൽ വീട്ടിലെത്തി കരയുന്ന ബാലനെ പോലെയാണ് രാഹുൽ എന്ന് മോദി. സഹതാപം നേടാനുള്ള നാടകമാണ് കഴിഞ്ഞ ദിവസം സഭയിൽ കണ്ടത്. OBCക്കാരെ അപമാനിച്ചതിന് കോടതി ശിക്ഷ ആളാണ്. ചട്ടങ്ങൾ പാലിക്കാതെയുള്ള ബാലബുദ്ധിയുടെ കളി ജനത്തിനറിയാം. ഒരു കഴിവുമില്ലെന്ന് സ്വയം തെളിയിക്കുകയാണ് ഗൂഢലക്ഷ്യമെന്നും മോദി പറഞ്ഞു.